എന്താ സാധ്യത? എന്താ ഇവിടുത്തെ രാഷ്ട്രീയ വിഷയം? സോറി ഇവിടെ രാഷ്ട്രീയ വിഷയം രാഷ്ട്രീയമായിട്ടുള്ള ഒരു പോരാട്ടം നടക്കണു. ഈ പോരാട്ടത്തിൽ ഇത്തവണ UDF ഈ മണ്ഡലം പിടിച്ചെടുക്കും. ഉറപ്പാണോ? ഉറപ്പൊന്നു. എന്താ കാര്യം? ആത്മവിശ്വാസം 100% ഉറപ്പ്. രമ്യ ഹരിദാസ് പിടിക്കും. രമ്യ ഹരിദാസ് പിടിച്ചിരിക്കും. രമ്യ ഹരിദാസ് പിന്നെന്താ നിങ്ങൾ MP ആയിട്ട് രമ്യ ഹരിദാസിനെ തെരഞ്ഞെടുക്കാൻ? രമ്യ ഹരിദാസിനെ എന്താ ആലത്തൂരിലെ MP ആയിട്ട് നിങ്ങൾ തെരഞ്ഞെടുക്കാത്ത? CPM ബിജു ഇവിടെ നിന്നത് ബിജു നിങ്ങൾക്ക് ഈ ആത്മവിശ്വാസം ലോക്സഭയിൽ എന്താ ഇല്ലാതെ പോയെ? 10 വർഷം നിങ്ങൾ ബിജു ജയിച്ചില്ലേ? അല്ല, ലോക്സഭയിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിയമസഭയിലേക്ക് രമ്യ ഹരിദാസിൽ ആത്മവിശ്വാസമുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ 5000 വോട്ടിന് ഈ മണ്ഡലത്തിൽ തന്നെ രമ്യ ഹരിദാസ് പുറകിലായിരുന്നു. എന്താ കാര്യം? 5000 വോട്ടിനല്ലേ? 5000 വോട്ടിനല്ലേ? അതിലേറെ കൂടുതൽ അതിലേറെ വോട്ട് കൂടുതൽ. നിങ്ങൾക്ക് ആത്മവിശ്വാസം ഇപ്പൊ ഉണ്ടെങ്കിൽ ജയിപ്പിക്കണ്ടേ? ലോക്സഭയിൽ എന്താ പറ്റിയത്? ലോക്സഭയിൽ എന്താ പറ്റിയത് എന്നാണ് എന്റെ ചോദ്യം. ലോക്സഭയിൽ എന്താ പറ്റിയത്? കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പില് കെ രാധാകൃഷ്ണൻ 39,400 വോട്ടിന് ഇവിടെ ജയിച്ചതാ. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പില് 1,89,000 രൂപ പോരാ എന്ന് പറഞ്ഞ ഒരാളെ ചേലക്കരക്കാർ അംഗീകരിക്കില്ല. അതുകൊണ്ടാണ് രമ്യ ഹരിദാസ് കഴിഞ്ഞ തവണ ഇവിടെ തോറ്റിട്ടുള്ളത്. 1,89,000 ശമ്പളം പോരാന്ന് ഒരു ചാനൽ ചർച്ചയിലിരുന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ചാനൽ ചർച്ചയിലിരുന്ന് പറഞ്ഞ് ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും അവഹേളിച്ച ആളാണ് രമ്യ ഹരിദാസ് എന്ന് പറയുന്ന ആള്. അതുകൊണ്ടാണോ കിട്ടാത്തത്? അതുകൊണ്ടാണ് രമ്യ ഹരിദാസ് കഴിഞ്ഞ് നമ്മളെ തോറ്റത്. വികസനം ചർച്ച ചെയ്ത ചേലക്കര പ്രതിഭന് ഗുണമാവും. വികസനം സാറേ ചേട്ടാ മൈക്കില്ലാതെ സംസാരിച്ചിട്ട് എന്ത് പ്രയോജനം? അപ്പൊ നോക്കൂ, എന്റെ പൊന്നി ചേട്ടാ, മൈക്ക് ഇതാണ് ചോദ്യം. വികസനം ചർച്ച ചെയ്താൽ ചേലക്കരയിൽ പ്രതിഭന് ഗുണകരമാകുമോ അല്ലയോ? വികസനത്തിന്റെ പൂക്കാലം തീർത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ് ഈ ചേലക്കരയിൽ നാളെ ഇതുവരെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പൂക്കാലോ പൂന്തോട്ടമോ ഒന്നും ചേലക്കര കാണുന്നില്ലല്ലോ. ഈ ബിൽഡിംഗ്, നിങ്ങളുടെ പിറകിലുള്ള ഈ ബിൽഡിംഗ്, ഈ പരിപാടി നടക്കുന്ന ബിൽഡിംഗ്, ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ആശുപത്രി. EK നയനാർ സ്മാരക ഓപ്പൺ ഓഡിറ്റോറിയം ഇത് ആരുടെയാ? ഏത് കാലത്താ? ഈ ഭരണത്തിന്റെ കാലത്താണ്. ഉറപ്പാണല്ലോ. ഇവിടെ എന്താ അവസ്ഥ? എന്താ മണ്ഡലത്തിലെ രാഷ്ട്രീയം? ചേലക്കരയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കും. 833 കോടി രൂപയുടെ വികസനമാണ് UR പ്രദീപ് MLA ആയിരിക്കും ഈ മണ്ഡലത്തിൽ കൊടുത്തത്. 33 കോടി രൂപയുടെ വികസനമാണ് ചേലക്കര. അടച്ചുപൂട്ടിയിരിക്കുന്ന ഒരു റൈസ് പാർക്ക് ഉണ്ടല്ലോ, അതെന്ന് തുറക്കും? അടച്ചുപൂട്ടിയ റൈസ് പാർക്കിന്റെ പ്രവർത്തനം എത്രയും പെട്ടെന്ന് തുറക്കും. കേന്ദ്ര സർക്കാരിന്റെ നിലപാടിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുടെ ഭാഗമായാണ് അത് അടച്ചുപൂട്ടേണ്ടത്. 96 മുമ്പ് ഈ കേരളത്തിൽ ഈ ചേലക്കരയിൽ വലിയ പ്രഗത്ഭന്മാർ മത്സരിച്ച് ജയിച്ചാണല്ലോ. മഹാനായ KR നാരായണൻ ഉൾപ്പെടെ ഈ ചേലക്കരയെ കുറിച്ച് അറിഞ്ഞത് രാധേട്ടൻ മത്സരിച്ച് ജയിച്ചതിന് ശേഷം, രാധേട്ടൻ വന്നതിന് ശേഷം ഈ ചേലക്കരയിലെ ആളുകൾ വികസനം എന്താണെന്ന് അറിഞ്ഞത്. എന്താ കൊടുത്തു? മുമ്പ് കോൺഗ്രസ് കുറെ ഭരിച്ചല്ലോ. കോൺഗ്രസിനോടാ ചോദ്യം, കോൺഗ്രസ് എന്താ കൊടുത്ത്? സംശയമില്ല. ഈ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ എന്ത് ചേലക്കരയ്ക്ക് കൊടുത്തു എന്ന് ചോദിച്ചാൽ പേരെടുത്ത് പറയാൻ പറ്റുന്ന എന്തുണ്ട് ഈ മണ്ഡലത്തിൽ? ചേലക്കരയില് നമ്മുടെ സ്കൂള്, നമ്മുടെ എല്ലാ പഞ്ചായത്തിലും ഇല്ലേ? ആ സ്കൂളിൽ 3200 കുട്ടികൾ പഠിക്കുന്നു. കുട്ടികൾ പഠിക്കുന്നത് എങ്ങനെയാ? MLA-ടെ നേട്ടമാവില്ല, അത് വീട്ടുകാരുടെ നേട്ടമല്ലേ? മായന്നൂർ പാലം കോളേജ്, എന്തെല്ലാം വികസന പ്രവർത്തനം. പക്ഷേ ആ കോളേജ് ഉമ്മൻചാണ്ടി സർക്കാർ. ഇവരുടെ പ്രതികരണം എടുത്തിട്ട് വരാം. അല്ല, ഞാൻ വരാം. താങ്കൾ പറഞ്ഞോ, താങ്കളുടെ ഊഴത്തിൽ പറഞ്ഞോ. ഒരു നിമിഷം റഷീദ്, അതുപറ്റില്ല. നോക്കൂ, ഇവരുടെ പ്രതികരണം എടുത്തതിന് ശേഷം താങ്കൾക്ക് സമയം തരാം. ഇവരുടെ പ്രതികരണം എടുത്തിട്ട് റഷീദിലേക്ക് ഞാൻ വരാം. ഞാൻ സുലൈമാനും സമയം കൊടുത്തിട്ടില്ല. വെയിറ്റ്. ഇവരുടെ പ്രതികരണം കേൾക്കും ആദ്യം, അതിനുശേഷം മറുപടി. പ്ലീസ് പറഞ്ഞു. എന്താ മണ്ഡലത്തിലെ സാധ്യത? ഒരു നിമിഷം സുലൈമാൻ, ഒരു നിമിഷം. മനസ്സിലായി. അബ്ദുൾ റഷീദിന് മനസ്സിലായി. അബ്ദുൾ റഷീദിന് ഇടപെടും. മണ്ഡലത്തിലെ സാധ്യത രണ്ട് സ്ഥാനാർത്ഥികൾക്കും ഉണ്ട്. 2 സ്ഥാനാർത്ഥികൾക്കും സ്വാധീനമുണ്ട്. സാധ്യത. അതിൽ ഏറ്റവും കൂടുതൽ സാധ്യത ആർക്ക്? എന്തുകൊണ്ട്? അത് വോട്ട് കഴിഞ്ഞാലേ പറയാൻ പറ്റൂ. എന്നാൽ ഈ മണ്ഡലത്തിൽ ആര് വരണമെന്ന് ആഗ്രഹം? ആര് വന്നാലും നമുക്ക് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ. ആര് വന്നാലാണ് കൂടുതൽ ഉപകാരം? UR പ്രദീപ് ആയാലും. ഇവിടുത്തെ അവസ്ഥ